ദശകം 79 രുക്മിണി ഹരണം. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹദ ഭീഷ്മകമാനിത ദ്വിജസുതം ത്വതുപാഗമവാദിനം ത്രിതരസാ തരസാ പ്രണനാമസാ. ബലസമേത ബല അനുഗതഃ ഭവാൻ പുരം അഗാഹദ ഭീഷ്മകമാനിതഃ ദ്വിജസുതം ത്വദ് ഉപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാ. ബലസമേത ബല അനുഗതഃ ഭവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ കുണ്ഠിനപുരത്തിലേക്ക് അല്ലെങ്കിൽ വിദർഭയിലേക്ക് പോയത് ആ സന്ദേശവും കൊണ്ടുവന്ന ബ്രാഹ്മണൻ്റെ കൂടെ തനിയായിരുന്നു. ഒരു വിവാഹവേദിയൊക്കെ ആകുമ്പോൾ അവിടെ സാധാരണഗതിയിൽ യുദ്ധമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തനിയെയാണ് പോയതെന്ന് മനസ്സിലാക്കിയ ബലഭദ്രർ യാദവ സൈന്യത്തെയും കൂട്ടി വിദർഭയിലേക്ക് എത്തിച്ചേർന്നു. പുരം അഗാഹദ ഭീഷ്മകമാനിതഃ. ആ കുണ്ഠിനപുരത്തിലെത്തിയ ബലരാമനെയും സേനയെയും ഒക്കെ ഭീഷ്മക രാജാവ് യഥാവിധി സൽക്കരിച്ചു. ദ്വിജസുതം ത്വതുപാഗമവാദിനം. അപ്പോൾ രുക്മിണി ദേവി പറഞ്ഞയച്ച ബ്രാഹ്മണൻ തിരികെ വന്നിട്ട് പറഞ്ഞു, ഭഗവാൻ എത്തിയിട്ടുണ്ട് എന്ന്. ആ വാർത്ത കേട്ടതും ധൃതരസ വളരെ പെട്ടെന്ന് സന്തോഷിച്ചിട്ട് തരസ പെട്ടെന്ന് പ്രണനാമസ അവൾ ഈ ബ്രാഹ്മണനെ നമസ്കരിച്ചു. രുക്മിണി ദേവിയുടെ സന്ദേശം ലഭിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ സന്ദേശവാഹകനായ ബ്രാഹ്മണനോടൊപ്പം തന്നെ വിദർഭയിലേക്ക് യാത്രയായ വിവരം അറിഞ്ഞ ബലരാമൻ സൈന്യസമേതനായിട്ട് വിദർഭയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ വിദർഭ രാജാവായിരുന്ന ഭീഷ്മക രാജാവ് ബലഭദ്രരെയും സൈന്യത്തെയും യഥാവിധി സ്വീകരിച്ച് സൽക്കരിച്ചു. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹദ ഭീഷ്മകമാനിത ദ്വിജസുതം ത്വതുപാഗമവാദിനം ത്രിതരസാ തരസാ പ്രണനാമസാ. ഭുവനകാന്തമവേക്ഷ്യ ഭവദ്വപു നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമന്നിശാം. ഭുവനകാന്തം അവേക്ഷ്യ ഭവദ്വപുഃ നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈഃ ഉദിതൈഃ അഗമത് നിശാം. ഭുവനകാന്തമവേക്ഷ്യ ഭവദ്വപുഃ. വിദർഭ രാജധാനിയിലേക്ക് എത്തിച്ചേർന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ലോകൈക സുന്ദരമായ വപുസ്സിനെ കണ്ടിട്ട് പുരവാസികളെല്ലാം വിസ്മയപ്പെട്ടുപോയി. അവരെല്ലാം രാജപുത്രിയായ രുക്മിണിക്ക് ഏറ്റവും യോജിച്ചത് ശ്രീകൃഷ്ണൻ തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ എന്തു പറയാൻ, നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം. ആ രാജപുത്രനായിരിക്കുന്ന രുക്മിണിയുടെ ഉദ്യമം എല്ലാം മനസ്സിലാക്കിയ പുരവാസികൾ വിപുലഖേദജുഷാം പുരവാസിനാം വളരെയധികം ദുഃഖിച്ചു. ആ പുരവാസികളെല്ലാം സരുദിതൈഃ ഉദിതൈഃ അഗമൻ നിശാം. അവർ കരച്ചിലും പറച്ചിലുമൊക്കെ ആയിട്ട് നിശാം അഗമത് ആ രാത്രി കടന്നുപോയി എന്നാണ്. ഭഗവാന്റെ ലോകൈക സുന്ദരമായിരിക്കുന്ന രൂപത്തെ കണ്ട പുരവാസികൾക്കൊക്കെ മനസ്സിലായി ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണെന്നും ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമായിരിക്കുന്ന രുക്മിണി ദേവി എത്തിച്ചേരേണ്ടത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് തന്നെയാണ് എന്നതും പുരവാസികൾ ഉറപ്പിച്ചു. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, രാജപുത്രനായിരിക്കുന്ന രുക്മി
അജ്ഞത നിമിത്തം ഈ രുക്മിണി ദേവിയെ വിവാഹം ചെയ്ത് കൊടുക്കുവാൻ കണ്ടെത്തിയ വരനോ ഒട്ടും യോജിപ്പില്ലാത്തതായ ആ ചേതി രാജാവായ ശിശുപാലനായിരുന്നു. അവരെല്ലാം വളരെയധികം ആ കാര്യം ഓർത്ത് ദുഃഖിച്ചും പരിതപിച്ചും കരഞ്ഞും ഒക്കെ ആ ഒരു രാത്രി പോക്കി എന്നാണ് പറയുന്നത്. ഭുവനകാന്തമവേക്ഷ്യ ഭവദ്വപു നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുതിതൈരുതിതൈരകമന്നിശാം തദനു വന്ദിതു ബിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുര നിരഗമദ്ഭവദർപ്പിതജീവിത സ്വപുരത പുരത സുഭടാവൃത. തദനു വന്ദിതും ഇന്ദുമുഖി ശിവാം വിഹിതമംഗലഭൂഷണ ഭാസുര നിരഗമത് പവദർപ്പിതജീവിത സ്വപുരത പുരത സുഭടാവൃത. തദനു അനന്തരം വന്ദിതും ഇന്ദുമുഖി ശിവാം, ആ ഇന്ദുമുഖിയായിരിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രമുഖിയായിരിക്കുന്ന രുക്മിണി ദേവി ശിവാം വന്ദിതും, ശ്രീപാർവതിയെ വന്ദിക്കുന്നതിനായിട്ട്, കുലദേവതയായിരിക്കുന്ന ശ്രീപാർവതിയെ വന്ദിക്കുന്നതിനായിട്ട് വിഹിത മംഗലഭൂഷണ ഭാസുര, മംഗളങ്ങളായ അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ് ഏറ്റവും ഭംഗിയോടുകൂടി നിരഗമത് ഭവദർപ്പിത ജീവിത, ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട ജീവിതത്തോടു കൂടിയ ഈ രുക്മിണി ദേവി കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. സ്വപുരതഃ, പുരതഃ സുഭടാവൃത, നാലു വശത്തും ശക്തമായ സൈന്യം അനുഗമിക്കുന്നവളായിട്ട് രുക്മിണി ദേവി ശ്രീപാർവതി ദേവിയെ വന്ദിക്കുവാനായിട്ട് അന്തഃപുരത്തിൽ നിന്ന് പുറപ്പെട്ടു. തൻ്റെ വിവാഹ സമയത്ത് ധരിക്കേണ്ടതായ എല്ലാ വേഷഭൂഷകളും അണിഞ്ഞുകൊണ്ട് മനോഹരിയായിട്ട് കുലദേവതയായ ശ്രീപാർവതിയെ വന്ദിക്കുന്നതിനായിട്ട് സൈന്യസമേതമായി അന്തഃപുരത്തിൽ നിന്നും പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴെല്ലാം നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം ഇതുപോലെ ശ്രീപാർവതി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് പോകുന്ന ഒരു രംഗം നമുക്കെല്ലാ കഥകളിലും കാണാൻ കഴിയുന്നത്. എപ്പോഴെല്ലാമാണോ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കുന്നവർ ആദ്യം മഹാദേവിയെ തന്നെയാണ് ശരണം പ്രാപിക്കുന്നത്. അത് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. അല്ലയോ കാത്യായനി ദേവിയായിരിക്കുന്ന അമ്മേ, ഞങ്ങൾക്ക് ആ നന്ദഗോപരുടെ പുത്രനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ പതിയായി ലഭിക്കുവാൻ വേണ്ടതായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്നാണ് ആ ഗോപസ്ത്രീകൾ കാർത്യായൻ അർച്ചന വ്രതം നടത്തിക്കൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ പ്രസേനനെ അന്വേഷിച്ച് ഭഗവാൻ പോകുന്ന ഒരു രംഗമുണ്ട്. അവിടെ സത്രാജിത്തിൻ്റെ ആ രത്നം ഭഗവാൻ കവർന്നെടുത്തു എന്നുള്ള ഒരു കിംവദന്തി പരന്നത് അതിന് സത്യാവസ്ഥയെ വെളിച്ചത്ത് കൊണ്ടുവരുവാനായിട്ട് ഭഗവാൻ സത്രാജിത്തിൻ്റെ സഹോദരനായ പ്രസേനൻ ആ സ്യമന്തകവും അണിഞ്ഞു പോയിട്ട് വധിക്കപ്പെടുന്ന ആ രംഗത്തെയൊക്കെ നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. അവിടെയും ശ്രീകൃഷ്ണ ഭഗവാൻ പ്രസേനനെ അന്വേഷിച്ച് പോയി അങ്ങനെ വഴിക്ക് വെച്ച് ഒരു സിംഹം പ്രസേനനെ കൊന്നതായും ആ സിംഹം ജാമ്പവാൻ്റെ കുടിലിൽ എത്തിയതായും ആ ജാമ്പവാൻ സിംഹത്തെ വധിച്ചതായും അത് കഴിഞ്ഞ് ജാമ്പവാൻ്റെ
കുട്ടി ഈ സ്യമന്തകം വെച്ച് കളിക്കുന്നതായും എല്ലാം കണ്ടെത്തിയ ഒരു രംഗമുണ്ട്. അവിടെ ഭഗവാൻ ആ സ്യമന്തകം തിരികെ എടുക്കാനായിട്ട് ചേർന്നപ്പോൾ ജാമ്പവാനുമായിട്ടൊരു യുദ്ധവും ഉണ്ടായി. അങ്ങനെ കുറേ നാളുകൾ യുദ്ധം ചെയ്തതിന് ശേഷമാണ് ജാമ്പവാന് ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീരാമൻ്റെ തന്നെ അവതാരമാണ് എന്ന് ബോധ്യപ്പെട്ടതും അത് കഴിഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് സ്യമന്തകവും തൻ്റെ മകളെയും ഒക്കെ നൽകി അയക്കുന്നതുമായ രംഗം അവിടെ കണ്ടത്. അവിടെയും ഭഗവാൻ ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, ജാമ്പവാനോടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഭഗവാനെ തിരികെ ലഭിക്കുന്നതിനായിട്ട് നന്ദഗോപരെ ആശ്രയിച്ചതും ഈ ദേവിയെ തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴെല്ലാമാണോ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടേണ്ടത് അപ്പോഴെല്ലാം ആദ്യം സമീപിക്കേണ്ടതും ഈ ദേവിയെ തന്നെയാണ് എന്ന് ഇവിടെയും നമുക്ക് വ്യക്തമാക്കി തരികയാണ്. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുര നിരഗമദ്ഭവദർപ്പിത ജീവിത സ്വപുരദ പുരദ സുഭടാവൃത കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാചത തത്പദപങ്കജേ നിപതിതാപതിതാം തവ കേവലം. കുലവധൂഭിः ഉപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുഃ അയാചത തത്പദപങ്കജേ നിപതിതാ പതിതാം തവ കേവലം. കുലവധൂഭിः ഉപേത്യ കുമാരിക, രാജകുമാരിയായ രുക്മിണി ദേവി കുലസ്ത്രീകളോടുകൂടി ചെന്ന് ഗിരിസുതാം പരിപൂജ്യ ച സ ആദരം, വളരെ ആദരവോടുകൂടി ഭക്തിയോടുകൂടി ഗിരിസുതയായ ശ്രീ പാർവതി ദേവിയെ പൂജിച്ചു, തൊഴുതു വന്ദിച്ചു. എന്നിട്ട് മുഹുഹു അയാചത, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു ദേവിയോട്. എന്താ പ്രാർത്ഥിച്ച്? തത്പദപങ്കജ നിപതിത, ദേവിയുടെ പാദപങ്കജങ്ങളിൽ വീട് നമസ്കരിച്ചുകൊണ്ട്, പഞ്ചാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് അപേക്ഷിച്ചു ദേവിയോട്, പതിതാം തവ കേവലം, അങ്ങയെ പതിയായി ലഭിക്കണമേ എന്ന് രുക്മിണി ദേവി പ്രാർത്ഥിച്ചു. കുലസ്ത്രീകളുമായി ചേർന്ന് രുക്മിണി ദേവി ആ കുലദേവതയായ ശ്രീ പാർവതി ദേവിയുടെ നടയിൽ ചെന്ന് യഥാവിധി പൂജകൾ ഒക്കെ സമർപ്പിച്ചുകൊണ്ടും പഞ്ചാംഗ നമസ്കാരം ചെയ്തുകൊണ്ടും ദേവിയോട് പ്രാർത്ഥിച്ചു, എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ പതിയായി ലഭിക്കണമേ എന്ന്. ഇവിടെ ഭാഗവതത്തിൽ അത് കുറിക്കുന്ന ഒരു ശ്ലോകമാണ്. നമസ്യേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. അല്ലയോ അംബികേ, ത്വാം അഹം നമസ്യേ, ഞാൻ അങ്ങയെ നമിക്കുന്നു അമ്മേ. സ്വസന്താനയുതാം ശിവാം, അമ്മയാണെങ്കിലോ ഭർത്താവായ മഹേശ്വരനായും മക്കളായ ഗണപതിയും സ്കന്ദനുമായും ഒക്കെ ചേർന്നിരിക്കുന്ന അല്ലയോ അമ്മേ, എനിക്കും പതിഹി മേ ഭഗവാൻ കൃഷ്ണ, എനിക്ക് ഭഗവാൻ കൃഷ്ണനെ പതിയായി നൽകുവാൻ തദനുമോദതാം, അതിനായി കൊണ്ട് അനുഗ്രഹിക്കണേ എന്നാണ് രുക്മിണി ദേവി പ്രാർത്ഥിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് സ്വസന്താനയുതാം ശിവാം എന്ന് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ, കുടുംബസമേതയായിട്ടിരിക്കുന്ന ദേവിയാണ് സന്തുഷ്ടയായിരിക്കുന്നത്. ഏകയായിരിക്കുന്ന ദേവിയല്ല ഭാഗവതം അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഏതൊരു ദേവതയാണോ സ്വയം ആനന്ദത്തിൽ അമർന്നിരിക്കുന്നത്, മുഴുകിയിരിക്കുന്നത്, അവർക്കാണ് സമാനമായ ആനന്ദം നൽകുവാനായിട്ടുള്ള കഴിവുള്ളത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ഏത് പ്രകാരമാണോ അമ്മയെ അവിടുന്ന് സ്വന്തം കുടുംബവുമായി രമിച്ചിരുന്നുകൊണ്ട് സന്തോഷിക്കുന്നത്, അതുപോലെ എനിക്കും ശ്രീകൃഷ്ണ ഭഗവാനോട് ഒത്തു കുടുംബജീവിതം നയിക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന.
കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാജത തത്പദപങ്കജേ നിപതിതാപതിതാം തവ കേവലം. സമവലോകകുതൂഹലസങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുധാ നിരഗാദ്ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിതദിഗ്മുഖാ. സമവലോകകുതൂഹലസങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുധാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിത ദിഗ്മുഖാ. സമവലോക കുതൂഹലസങ്കുലേ നൃപകുലേ. ഈ ദേവിയുടെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് വരുന്നതായ ആ രുക്മിണി ദേവിയുടെ രൂപത്തെ കണ്ടിട്ട് നൃപകുലേ രാജാക്കന്മാരെല്ലാം സമവലോക കുതൂഹലസങ്കുലേ ആ രുക്മിണിയെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്താൽ അവരെല്ലാം തിക്കിത്തിരക്കുകയാണ്. അപ്പോഴാവട്ടെ ഭഗവാൻ നിഭൃതം ത്വയി ച സ്ഥിതേ, ഭഗവാനാണെങ്കിലോ അനങ്ങാതെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് നൃപസുധ നിരഗാത് ഗിരിജാലയാത്, രാജപുത്രിയായ രുക്മിണിയാണെങ്കിലോ ആ ദേവീക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു. എങ്ങനെ? സുരുചിരം, വളരെ അഴകോടുകൂടെ പുറപ്പെട്ടു. രുചിരഞ്ജിത ദിഗ്മുഖ, തൻ്റെ സൗന്ദര്യത്തിൻ്റെ ശോഭ കൊണ്ട് 4 ദിക്കുകളും പ്രകാശമാനമാക്കിക്കൊണ്ട് രുക്മിണി ദേവി ദേവീക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. രുക്മിണി ദേവി ദേവിയുടെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ രംഗം കാണുന്നതിനായി അവിടെ വന്നുകൂടിയ രാജാക്കന്മാരൊക്കെ തിക്കിത്തിരക്കി നിൽക്കുന്ന ആ സമയത്ത് ഭഗവാൻ ഒരിടത്ത് അനങ്ങാതെ അങ്ങ് നിലകൊണ്ടു. ആ സമയത്ത് രുക്മിണി ദേവി ദേവീക്ഷേത്രത്തിൽ നിന്ന് തൻ്റെ സൗന്ദര്യത്തിൻ്റെ ആ ശോഭയെല്ലാം 4 പാടും വിതറിക്കൊണ്ട് മനോഹരമായ രീതിയിൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. സമവലോകകുതൂഹലസങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുധാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിത ദിഗ്മുഖാ. ഭുവനമോഹനരൂപരുചാതയാ വിവസിതാഖില രാജകദംബയാ ത്വമഭിദേവ കടാക്ഷ വിമോക്ഷണൈ പ്രമദയാ മദയാഞ്ച കൃഷേ മനാക്. ഭുവനമോഹന രൂപരുചാതയാ വിവസിത അഖില രാജകദംബയാ ത്വമഭിദേവ കടാക്ഷ വിമോക്ഷണൈ പ്രമദയാ മദയാഞ്ച കൃഷേ മനാക്. ഭുവനമോഹന രൂപരുചാതയാ, ഈ ഭുവനത്തെ മുഴുവൻ മയക്കുന്നതായ ശരീരകാന്തിയോടുകൂടിയ ഈ രുക്മിണി ദേവിയെ കണ്ടിട്ട് വിവസിത അഖില രാജകദംബയ, എല്ലാ രാജാക്കന്മാരും പരവശരായിപ്പോയി രുക്മിണി ദേവിയെ കണ്ടപ്പോൾ. അപ്രകാരമുള്ള ആ രുക്മിണി ദേവി ത്വമഭിദേവ കടാക്ഷ വിമോക്ഷണൈ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് പോലും ആ രുക്മിണി ദേവിയുടെ നോട്ടം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രമദയാ മതയാഞ്ച കൃഷേ മനാക്, ആ യുവതിയായ രുക്മിണി ദേവിയുടെ നോട്ടം അല്ലെങ്കിൽ കടക്കൻ നോട്ടമെല്ലാം കണ്ടപ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് പോലും അല്പസമയം ഭ്രമിച്ചു പോയില്ലേ എന്ന് മേൽപ്പത്തൂർ ചോദിക്കുകയാണ്. ലോകൈക സുന്ദരമായിരിക്കുന്ന രുക്മിണി ദേവിയുടെ രൂപം കാണുവാനായിട്ട് തിക്കിത്തിരക്കി അവിടെ വന്നുകൂടിയ രാജാക്കന്മാരുടെ ഇടയിലൂടെ രുക്മിണി ദേവി കടന്നു പോകുമ്പോൾ എല്ലാവരും വളരെ ആർത്തിയോടുകൂടി രുക്മിണി ദേവിയെ നോക്കി. ആ സമയത്ത് രുക്മിണി ദേവിയുടെ കടക്കൻ നോട്ടങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും തെല്ലൊന്ന് മോഹിച്ചു പോയി എന്നാണ് മേൽപ്പത്തൂരിവിടെ പറയുന്നത്. ഭുവന മോഹന രൂപരുചാതയാ
വിവശിതാഖിലരാജകദംബയാ ത്വമഭിദേവ കടാക്ഷവിമോക്ഷണൈ പ്രമദയാ മദയാഞ്ച കൃഷേ മനാ കൊനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യകരേണ ഹരൻഷണാത് സമധിരോപ്യരഥം ത്വമപാഹൃത ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം കൊനു ഗമിഷ്യസി ചന്ദ്രമുഖി ഇതി താം സരസം ഏത്യ കരേണ ഹരൻഷണാത് സമധിരോപ്യരഥം ത്വം അപാഹൃതാഃ ഭുവി തതഃ വിതതഃ നിനദോ ദ്വിഷാം നിനദഃ ദ്വിഷാം കൊനു ഗമിഷ്യസി ചന്ദ്രമുഖി ഇതി താം. ഇങ്ങനെ രാജാക്കന്മാരുടെ മുൻപിലൂടെ കടന്നു പോകുന്ന രുക്മിണി ദേവിയെ കണ്ടപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, അല്ലയോ ചന്ദ്രമുഖി, നീ കൊനു ഗമിഷ്യസി, നീ എവിടെ പോകാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് സരസമേത്യ, വളരെ സരസമായി പറഞ്ഞുകൊണ്ട് അടുത്ത് ചെന്നിട്ട് കരേണ ഹരൻഷണാത്, ഭഗവാൻ കൈ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സമധിരോപ്യരഥം, രഥത്തിൽ കയറ്റിയിട്ട് അപാഹൃത, അപഹരിച്ചു കൊണ്ടുപോയി. ഭുവി തതഃ വിതതഃ നിനദഃ ദുഷാം. അപ്പോൾ ശത്രുക്കളുടെയൊക്കെ ശബ്ദം ഇങ്ങനെ ഭൂമിയിൽ പൊങ്ങിപ്പരന്നു. ദേവീക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന രുക്മിണി ദേവി ഈ രാജാക്കന്മാരുടെ എല്ലാം ഇടയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭഗവാൻ രുക്മിണി ദേവിയെ സമീപിച്ചുകൊണ്ട്, അല്ലയോ സുന്ദരി, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സരസമായി ചെന്ന് രുക്മിണി ദേവിയുടെ കൈ പിടിച്ചുകൊണ്ട് രഥത്തിൽ കയറ്റി അവിടെ നിന്നും അപഹരിച്ചു കൊണ്ടുപോയി. ആ സമയത്ത് രാജാക്കന്മാരുടെയൊക്കെ ശബ്ദം ഭൂമിയിലാകെ പൊങ്ങി ഉയർന്നു എന്നാണ് പറയുന്നത്. കൊനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യകരേണ ഹരൻഷണാത് സമധിരോപ്യരഥം ത്വമപാഹൃത ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം കൊനു ഗദ പശുപാല ഇതി ക്രുധ കൃതരണായദുഭിശ്ചജിതാ നൃപാഃ നതു ഭവാനുദ ചാല്യത തൈരഹോ പിശുനകൈശുനകൈരിവ കേസരി. കൊനു ഗദഃ പശുപാലഃ ഇതി ക്രുധ കൃതരണായദുഭിഃ ച ജിതാഃ നൃപാഃ നതു ഭവാൻ ഉദചാല്യത തൈഃ അഹോ പിശുനകൈഃ ശുനകൈഃ ഇവ കേസരി. കൊനു ഗദഃ പശുപാലഃ ഇതി, ആ മാട്ടിടയൻ എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജാക്കന്മാരൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിന്നാലെ ചെല്ലുന്നത്. ഇതി ക്രുധ, ഇപ്രകാരം വളരെ ക്രോധിച്ചവരായിട്ട് അവരൊക്കെ കൃതരണാഹ, അവർ യുദ്ധവും ചെയ്തു. യദുഭിഹി ച, ആ യാദവ സൈന്യത്തോടുകൂടി മറ്റുള്ള രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്തു. എന്നിട്ട് ജിതാഹ നൃപാഹ, ആ യാദവ സൈന്യം എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിക്കുകയും ചെയ്തു. നതു ഭവാൻ ഉദചാല്യത തൈഹി അഹോ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ തൊടാൻ അവർക്ക്, അല്ലെങ്കിൽ അങ്ങയുടെ അടുത്ത് എത്താൻ, അങ്ങയെ അനക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. ഏത് പ്രകാരത്തിൽ? പിശുനകൈഹി, ദുഷ്ടന്മാരായ അവർക്ക്, ശുനകൈഹി ഇവ കേസരി, എങ്ങനെയാണോ നായ്ക്കൾക്ക് സിംഹത്തെ ഇളക്കുവാൻ കഴിയാത്തത്, അതുപോലെ ഈ വന്നുകൂടിയ രാജാക്കന്മാർക്ക് യാദവസേനയെ ജയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് സാധിച്ചില്ല. അവിടെ സിംഹപരാക്രമത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണ ഭഗവാനെയും യാദവ സൈന്യത്തെയും ഒക്കെ ഉപമിച്ചിരിക്കുന്നത്. അപ്രകാരമുള്ള സിംഹത്തിന് മുൻപിൽ നിൽക്കുന്ന കേവലം നായ്ക്കളെ പോലെയാണ് ഈ രാജാക്കന്മാരുടെയൊക്കെ സേനയെ ഉപമിച്ചിരിക്കുന്നത്. അതിനർത്ഥം നിഷ്പ്രയാസം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും യാദവ സൈന്യത്തിനും
അവിടെ നിന്ന് രുക്മിണിയെ ഹരിച്ചു കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയെ വരിക്കുന്നത് അഷ്ടമംഗലങ്ങളിൽ വച്ചിട്ട് രാക്ഷസവിധി പ്രകാരം. അതിൽ എതിർത്ത് നിൽക്കുന്ന ബന്ധുമിത്രാദികളെയൊക്കെ ചേർത്ത് തോൽപ്പിച്ചുകൊണ്ട് സ്ത്രീയെ അപഹരിക്കുന്ന രീതിയാണ് രാക്ഷസവിധി എന്ന് പറയുന്നത്. അപ്രകാരം രാക്ഷസ വിധി പ്രകാരമാണ് രുക്മിണി ദേവിയെ ശ്രീകൃഷ്ണ ഭഗവാൻ അപഹരിച്ചു കൊണ്ട് പോകുന്നത് എന്നുകൂടി ഇവിടെ നമുക്ക് സൂചിപ്പിച്ചു തരികയാണ്. കൊനുഗത പശുപാല ഇതി കൃത കൃതരണായ ദുബിശ്ചജിതാ നൃപ നതു ഭവാനുദ ചാല്യത തൈരഹോ പിശുനകൈശുനകൈരിവ കേസരി തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്യ ബലോക്തിഭി പുരമയാ രമയാ സഹ കാന്തയാ തദനു രുക്മിണം ആഗതം ആഹവേ വധം ഉപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്യ ബല ഉക്തിഭിः പുരം അയാ രമയാ സഹ കാന്തയാ തദനു അനന്തരം രുക്മിണം ആഗതം ആഹവേ രുക്മിണിയുടെ സഹോദരനായ രുക്മി യുദ്ധത്തിനായി പുറപ്പെട്ടു വന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ വധം ഉപേക്ഷ്യ അയാളെ കൊല്ലുന്നത് ഒഴിവാക്കിയിട്ട് നിബധ്യ വിരൂപയൻ അയാളുടെ തല മുണ്ടനം ചെയ്തിട്ട് വിട്ടയച്ചു. ഹൃദമദം പരിമുച്യ ബല ഉക്തിഭിഹി അയാളുടെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ബല ഉക്തിഭിഹി ബലരാമദേവരുടെ അഭിപ്രായം അല്ലെങ്കിൽ വാക്കുകളെ മാനിച്ചുകൊണ്ട് രുക്മിയെ വിട്ടയച്ചു. പുരം അയാഹ രമയ സഹകാന്തയ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ രുക്മിണി സമേതനായിട്ട് ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്നു. രമയാ സഹ കാന്തയ രമ തന്നെയായിരിക്കുന്ന ലക്ഷ്മി ദേവി തന്നെയായിരിക്കുന്ന രുക്മിണി ദേവിയോട് കൂടി ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ രുക്മിണി ദേവിയെ അപഹരിച്ചു കൊണ്ട് പോരുന്ന സമയത്ത് എതിർത്തു വന്ന രാജാക്കന്മാരെയൊക്കെ യാദവ സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ഭഗവാൻ ജയിച്ച് പോകുന്ന സമയത്താണ് രുക്മി യുദ്ധത്തിനായിട്ട് പിന്നാലെ വരുന്നത്. ആ രുക്മിയെ തോൽപ്പിച്ച് അയാളുടെ അഹങ്കാരം ഒക്കെ ഇല്ലായ്മ ചെയ്ത് ശിരസ് മുണ്ടനം ചെയ്യിച്ചുകൊണ്ട് അയാളെ ബലരാമൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് വിട്ടയക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി സമയായിരിക്കുന്ന രുക്മിണി ദേവിയോട് കൂടി ദ്വാരകാപുരിയിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിയെ വധിക്കുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ ബലഭദ്രരുടെ വാക്കുകൾ അനുസരിച്ചാണ് വധിക്കാതെ വിടുന്നത്. കാരണം എത്രയായാലും ശ്രീകൃഷ്ണ ഭഗവാൻ വരിച്ച രുക്മിണിയുടെ സഹോദരനല്ലേ രുക്മി. അങ്ങനെ ബന്ധുക്കളെ വധിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ബലഭദ്രർ അവിടെ പറഞ്ഞത്. പക്ഷേ പിന്നീട് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥ അത് തികച്ചും വ്യത്യസ്തവും കൂടിയാണ് എന്നിവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ചൂത് കളിക്കുന്ന രംഗത്ത് വെച്ചിട്ട് അവിടെ നുണ പറഞ്ഞുകൊണ്ട് ചൂത് ജയിച്ചുകൊണ്ടിരുന്ന ദുര്യോധനനെ ഈ ബലഭദ്രർ തന്നെ വധിക്കുന്ന ഒരു രംഗം കൂടി നമുക്ക് പിന്നീട് കാണാൻ കഴിയും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ ശ്ലോകത്തിൽ ഈ പ്രകാരം ലക്ഷ്മി സമേതനായി അല്ലെങ്കിൽ രുക്മിണി സമേതനായ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്യ ബലോക്തിഭി
പുരമയാ രമയാ സഹ കാന്തയാ നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകജൃംഭിതമന്മഥാം അരമയ ഖലു നാദ യഥാ സുഖം രഹസിതാം ഹസിതാം ശുലസന്മുഖീം നവസമാഗമലജ്ജിതമാനസാം. ഈ രുക്മിണി ദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും സമാഗമം ഒരു പുതിയ അനുഭവം ആയിരുന്നതുകൊണ്ട് ലജ്ജിതമാനസാം, നാണം ഉള്ള മനസ്സോടു കൂടിയവരായിരുന്നു അവർ. കൂടാതെ പ്രണയ കൗതുക ജൃംഭിത മന്മഥാം, ഇവർ തമ്മിലുള്ള പ്രേമത്താലും സന്തോഷത്താലും ഒക്കെ കാമവികാരം വർദ്ധിച്ചുകൊണ്ടും അരമയ ഖലു നാഥ യഥാസുഖം, ഭഗവാൻ ആ രുക്മിണി ദേവിയെ യഥാസുഖം ആനന്ദിപ്പിച്ചു. രഹസിതാം ഹസിതാം ശുലസന്മുഖീം, വിജനസ്ഥലത്ത് സുഖം വർദ്ധിക്കുമാറ് ആ രുക്മിണി ദേവിയെ ഭഗവാൻ സന്തോഷിപ്പിച്ചു എന്ന്. അപ്പോൾ പുതിയതായ ഒരു സമാഗമം ആയിരുന്നതിനാൽ നാണത്തോടു കൂടിയും പിന്നെ പ്രേമം കൊണ്ടും സന്തോഷം കൊണ്ടും കാമവികാരം കൊണ്ടും ഒക്കെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നതുകൊണ്ടും ഹസിതാംശുലസന്മുഖിയും, വളരെ മന്ദഹാസ പ്രഭ കൊണ്ട് മുഖം തെളിഞ്ഞും ഒക്കെ സന്തുഷ്ടയായിരിക്കുന്ന ആ രുക്മിണി ദേവിയെ ഭഗവാൻ വിജനസ്ഥലത്ത് വെച്ചിട്ട് ഏകാന്തതയിൽ യഥാസുഖം രമിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാൻ അയച്ച സന്ദേശത്തിൽ രുക്മിണി ദേവി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ പ്രാപിക്കുന്നതിനായിട്ട് വേണമെന്ന് വെച്ചാൽ 100 ജന്മങ്ങൾ വ്രതാനുഷ്ഠാനം കൊണ്ട് കൃശമായ ഈ ശരീരത്തെ എടുത്തുകൊണ്ടും കാത്തിരിക്കാം. ഒരിക്കലും എനിക്ക് അങ്ങയല്ലാതെ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് രുക്മിണി ദേവി ഭഗവാനോട് സമർപ്പിക്കുന്നത്. അപ്രകാരമുള്ള ആ ഒരു പ്രാർത്ഥനയെല്ലാം കേട്ട ഭഗവാൻ രുക്മിണി ദേവിയെ സ്വീകരിച്ചപ്പോൾ രുക്മിണിക്കുണ്ടായ ആനന്ദം അതിരറ്റതായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഹസിതാംശു ലസന്മുഖീം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആഗ്രഹിച്ചത് എന്താണോ അതിൻ്റെ പാരമ്യതയിൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം ആ രുക്മിണി ദേവിക്ക് ഉണ്ടായിരുന്നു എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകജൃംഭിതമന്മഥാം അരമയ ഖലു നാഥ യഥാസുഖം രഹസിതാം ഹസിതാം ശുലസന്മുഖീം വിവിധ നർമ്മഭിരേവമഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരതനോരതനോദതിലോലതാം. വിവിധ നർമ്മഭിഃ ഏവം അഹർനിശം പ്രമദം ആകലയൻ പുനഃ ഏകദാ ഋജുമതേഃ കില വക്രഗിരാ ഭവാൻ വരതനോഃ അതനോദ് അതിലോലതാം. വിവിധ നർമ്മഭിഃ ഏവം അഹർനിശം, പല നർമ്മങ്ങളെ കൊണ്ടും അഹർനിശം രാവും പകലും ഒക്കെ പ്രമദം ആകലയൻ, അവൾക്ക് സന്തോഷത്തെ വർദ്ധിപ്പിച്ചു ഭഗവാൻ. പുനഃ ഏകത, എന്നാൽ ഒരിക്കൽ ഋജുമതേഃ കില വക്രഗിരാ ഭവാൻ, ബുദ്ധിക്ക് ഒട്ടും വക്രതയില്ലാത്തതായ ആ സുന്ദരിയായ രുക്മിണി ദേവിക്ക് വക്രഗിരാ ഭവാൻ, ഭഗവാന്റെ കപടവാക്കുകൾ കേട്ടപ്പോൾ വരതനോഹോ, സുന്ദരിയായ അവൾക്ക് അതനോദ് അതിലോലതാം, എന്തെന്നില്ലാത്ത ദുഃഖത്തെ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്തത്. ഈ പുതിയ സമാഗമത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും പല നേരം പോക്കുകളെ കൊണ്ട് രാവും പകലും ഒക്കെ പോക്കി എങ്കിലും ഒരു ദിവസം വളരെ നേരായ ബുദ്ധിയുള്ളവളായ രുക്മിണി ദേവിയെ
കപടവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഒരിക്കൽ രുക്മിണി ദേവിക്ക് വളരെയധികം ദുഃഖത്തെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ കപടവാക്കുകൾ എന്നാണ് മേൽപ്പത്തൂർ സൂചിപ്പിച്ചിരിക്കുന്നത് എങ്കിലും ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ഒക്കെ ഭൗതികമായ അർത്ഥത്തിൽ മാത്രം കപടമാകുന്നതും എന്നാൽ ആത്യന്തികമായി അല്ലെങ്കിൽ ആത്മീയമായ ചിന്തയിൽ തീർച്ചയായും അതെല്ലാം സത്യങ്ങളുമായിരുന്ന വാക്കുകളായിരുന്നു അത്. അവിടെ ഭഗവാൻ രുക്മിണി ദേവിയോട് ചോദിക്കുന്നുണ്ട്, ഈ രാജാവാകാൻ അർഹതയില്ലാത്ത യദുകുലത്തിൽ പിറന്ന എന്നെ എന്തിനാണ് രുക്മിണി നീ വിവാഹം ചെയ്തത്? നിനക്ക് എത്രയോ രാജാക്കന്മാർ ഭരണമാല്യം ചാർത്താനായിട്ട് വരിയായി വന്നതാണ്. നിനക്ക് അവരാരെയെങ്കിലും സ്വീകരിച്ചാൽ മതിയായിരുന്നില്ലേ? യാതൊന്നിലും ആഗ്രഹമില്ലാത്ത, യാതൊരു ധനവും ഇല്ലാത്തവനായ എന്നെ നീ എന്തിനാണ് സ്വീകരിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഭഗവാൻ രുക്മിണി ദേവിയോടുകൂടി ഒരു ചെറിയ വഴക്ക് ഉണ്ടാക്കിയത്. അപ്പോഴാണ് ആ വാക്കുകളുടെയൊക്കെ പൂർണ്ണമായ അർത്ഥത്തെ ഗ്രഹിച്ച രുക്മിണി ദേവി അതിനെല്ലാം കൃത്യമായ മറുപടിയും കൂടി കൊടുക്കുന്ന രംഗം ഭാഗവതത്തിലുണ്ട്. അവിടെ യാതൊന്നും ഇല്ലാത്ത ആളുകളാണ് അങ്ങയെ സമീപിക്കാറ് എന്ന് പറഞ്ഞത് എത്രയോ സത്യമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ധനമുണ്ടായാലും അവർക്കൊന്നും ലഭിക്കാത്ത ആ ആനന്ദത്തിനെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളത് അല്ലയോ ഭഗവാനെ അങ്ങയ്ക്ക് മാത്രമല്ലേ? അപ്പോൾ യാതൊന്നുമില്ലാത്തവർ ആശ്രയിക്കുന്നത് അങ്ങയാണ് എന്ന് പറയുന്നതിനർത്ഥം എന്തെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം യാതൊരു പ്രയോജനവും ഉള്ളതല്ല എന്ന് തിരിച്ചറിയുന്നവരും ആശ്രയിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ പാദാംബുജങ്ങളെ അല്ലേ? അപ്രകാരമുള്ള അങ്ങയുടെ പാദങ്ങളെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചത് തീർച്ചയായും ഭാഗ്യം കൊണ്ട് തന്നെയാണെന്നെല്ലാം പറഞ്ഞ് അവിടെ ആ ദമ്പതി വിനോദം ഒക്കെ ഭാഗവതത്തിൽ ഭംഗിയായിട്ട് അവതരിക്കപ്പെടുന്നുണ്ട്. ഭാഗവതത്തിലെ 10ാമത്തെ സ്കന്ധത്തിൽ 60ാമത്തെ അധ്യായത്തിലാണ് ഇതെല്ലാം വർണ്ണിക്കുന്നത്. ആ അധ്യായത്തിനൊരു പേരും കൂടി ഭാഗവതം നൽകിയിട്ടുണ്ട്, കർഹിജിത് അധ്യായം എന്ന്. കർഹിജിത് എന്ന് പറഞ്ഞാൽ ഒരു നാൾ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഏകത എന്ന് പറഞ്ഞില്ലേ, അതുപോലെ. അപ്പോൾ ഭഗവാനിലുള്ള രുക്മിണി ദേവിയുടെ ആ മനസ്സിനെ ഒന്നുകൂടി സ്ഥിരപ്പെടുത്തുന്നതിന് ഉപകരിക്കുക മാത്രമേ ഭഗവാന്റെ കപടവാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, അതുകൊണ്ട് ചെയ്യുന്നുള്ളൂ എന്നുകൂടി നമുക്കിവിടെ ബോധ്യപ്പെടുന്നു. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദ ഋജുമദേ കില വക്രഗിരാ ഭവാൻ വരതനോരതനോദതിലോലതാം തദധികൈരഥലാളനകൗശലൈ പ്രണയിനീമധികം സുഖയന്നിമാം അയി മുകുന്ദ ഭവച്ചരിതാനിന പ്രഗതതാം ഗത താന്തിമപാകുരു തദധികൈഃ അഥ ലാളനകൗശലൈഃ പ്രണയിനീം അധികം സുഖയൻ ഇമാം അയി മുകുന്ദ ഭവച്ചരിതാനി നഃ പ്രഗതതാം ഗതതാന്തിം അപാകുരു. തദധികൈ അഥ, പിന്നീട് അതിലും വലിയ ലാളന കൗശലൈഹി, സന്തോഷപ്രദങ്ങളായ ഉപായങ്ങളെയൊക്കെ കൊണ്ട് പ്രണയിനിയും അധികം സുഖയൻ ഇമാം, ഈ പ്രണയിനിയെ, ഭഗവാനിൽ അനുരക്തയായിരിക്കുന്ന ഈ രുക്മിണി ദേവിയെ മുമ്പത്തേക്കാൾ അധികം സുഖം പ്രദാനം ചെയ്തു ഭഗവാൻ. ഐ മുകുന്ദ, അല്ലയോ മുക്തിയെ ദാനം ചെയ്യാൻ കഴിവുള്ള ഭഗവാനെ, അങ്ങ് ഭവചരിതാനിനഃ പ്രഗതതാം, അങ്ങയുടെ ചരിതങ്ങളെയൊക്കെ ഇപ്രകാരം പാടിപ്പുകഴ്ത്തുന്ന അല്ലെങ്കിൽ വർണ്ണിക്കുന്ന എൻ്റെ ഗതതാന്തിം അപാകുരു, രോഗങ്ങളെയൊക്കെ മാറ്റിത്തരയണമേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു.
അപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന അതിനേക്കാൾ അധികം സ്നേഹ ലാളനങ്ങളെയൊക്കെ കൊണ്ട് രുക്മിണി ദേവിയെ വളരെയധികം ഭഗവാൻ സന്തോഷിപ്പിച്ചു. അപ്രകാരം ആ രുക്മിണി ദേവിയെ വലിയ സന്തോഷം നൽകി ആദരിച്ച അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ കഥകളെയൊക്കെ വർണ്ണിക്കുന്ന എൻ്റെ ഈ ദുഃഖങ്ങളെയൊക്കെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു മേൽപ്പത്തൂർ. തദതി കൈരതലാളന കൗശലൈ പ്രണയിനീമധികം സുഖയന്നിമാം അയി മുകുന്ദ ഭവച്ചരിതാനിന പ്രഗതതാം ഗതതാന്തിമപാകുരു.